അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, പ്രവാചക ചരിത്രത്തിൽ നിന്നുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ തുടങ്ങുകയാണ്. പുതിയ ദഅവ ആസ്ഥാനം. രണ്ടാം അഖബ ഉടമ്പടി പൂർണ്ണമായി. ആ ഉടമ്പടിയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടാം അഖബ ഉടമ്പടി പൂർണ്ണമായി. അതോടെ അജ്ഞതയുടെയും നിഷേധത്തിൻ്റെയും മരുഭൂമിയിൽ അതിൻ്റെ നടുവിൽ ഇസ്ലാം അതിൻ്റേതായ ഒരു ആസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ വിജയിച്ചു. അതാകട്ടെ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ ഒന്നാം നാൾ മുതൽ അതിന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്തുത നാട്ടിലേക്ക് ഹിജ്റ അഥവാ പലായനം ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്ക് അനുമതി നൽകി. അതേ മദീന സത്യത്തിനും അതിൻ്റെ ആളുകൾക്കുമുള്ള അഭയകേന്ദ്രമായി മാറി. അപ്പോൾ മുസ്ലിങ്ങൾ അങ്ങോട്ട് ഹിജ്റ പോകാൻ ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളെയാണ് ആദ്യമായി അഭയം ലഭിക്കുന്ന നാട്ടിലേക്ക് പറഞ്ഞയച്ചത്. ഇങ്ങനെ മുസ്ലിങ്ങൾ ഹിജ്റ പോകാൻ തീരുമാനിച്ചപ്പോൾ, അതിൻ്റെ ആരംഭം കുറിച്ചപ്പോൾ, ഖുറൈശികളാകട്ടെ ഹിജ്റ പോകുന്നതിൽ നിന്നും മുസ്ലിങ്ങളെ തടയാൻ തന്നെ തീരുമാനിച്ചു. ഹിജ്റ പുറപ്പെട്ട മുസ്ലിങ്ങളിൽ പലരും മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായി. അതുകൊണ്ട് തന്നെ ഖുറൈശികളുടെ അക്രമങ്ങൾ പേടിച്ച് വളരെ രഹസ്യമായിട്ടായിരുന്നു മുസ്ലിങ്ങൾ ഹിജ്റ പോയത്. ആദ്യമായി മദീനയിലേക്ക് ഹിജ്റ പോയത് അബൂ സലമ ബിൻ അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിജ്റ ധീരതയുടെയും വെല്ലുവിളിയുടെയും ഒരു ദൃഷ്ടാന്തമായി മാറി. സഹാബികളൊക്കെ ഖുറൈശികളുടെ അക്രമങ്ങൾ പേടിച്ചിട്ട് രഹസ്യമായി ഹിജ്റ പോയപ്പോൾ, കാരണം കാണുന്ന ആളുകളെ ഖുറൈശികൾ പിടിച്ചു വെക്കുകയോ ആക്രമിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും മക്കയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രഹസ്യമായിട്ടാണ് പുറപ്പെട്ടിരുന്നത്. എന്നാൽ ഖത്താബിൻ്റെ മകൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അത് പരസ്യമായിട്ടാണ് ഹിജ്റ പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ അദ്ദേഹം ഹിജ്റ പോകാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ വാളെടുത്ത് വില്ല് അണിഞ്ഞു നേരെ കഅബയിലേക്ക് പോയി. കഅബയെ തവാഫ് ചെയ്തു. തവാഫ് എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം. തുടർന്ന് മുശ്രിക്കുകളുടെ നേരെ ചെന്ന് അവരോട് പ്രഖ്യാപിച്ചു, ഞാൻ ഹിജ്റ പോവുകയാണ്. ആർക്കെങ്കിലും പുത്രനഷ്ടത്തിലൂടെ ഉമ്മമാരെ ദുഃഖത്തിലാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, ആരെങ്കിലും തൻ്റെ ഭാര്യയെ വിധവയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും തൻ്റെ സന്താനങ്ങളെ അനാഥരാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അത്തരക്കാർ ഈ താഴ്വരക്കപ്പുറം വന്ന് എന്നെ നേരിടട്ടെ എന്ന് ചങ്കൂറ്റത്തോടുകൂടെ ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇറങ്ങി നടന്നു. ഒരു കുട്ടി പോലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ തടുക്കാൻ തയ്യാറായില്ല. അവർക്കറിയാം ഉമർ ആരാണെന്ന്. അതുകൊണ്ട് ഉമറിൻ്റെ പിന്നാലെ ഒരാളും പോയില്ല. സാധുക്കളായ സ്വഹാബികൾ ആക്രമിക്കുവാനും പിടിച്ചു നിർത്തുവാനും ബന്ദികളാക്കുവാനും ശ്രമിച്ചിരുന്ന ഖുറൈശികൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരതയ്ക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞ് ഉമറിനെ തടുക്കാൻ ഒരാളും പോയില്ല. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ ഹിജ്റ പോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അനുമതി തേടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധൃതിപ്പെടാതിരിക്കൂ അബൂബക്കർ, താങ്കൾക്ക് അള്ളാഹു ഒരു കൂട്ടുകാരനെ സഹയാത്രികനായി തന്നേക്കാം, അതുകൊണ്ട് കാത്തിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ഈ സമയത്ത് ദാറുൻ നദുവ അഥവാ ഖുറൈശി പാർലമെൻറ്റിൽ ചില ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുയായികൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി നാട് വിടുകയാണ്. ഭാര്യാമക്കളെ തെളിച്ചുകൊണ്ടും സമ്പത്തുക്കൾ വഹിച്ചുകൊണ്ടും ഔസ് ഖസ്റജ് ഗോത്രക്കാരുടെ അടുത്തേക്കുള്ള അവരുടെ പുറപ്പാട് മുശ്രിക്കുകളെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി. അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ മനോനില ഭ്രാന്തമായി തീർന്നു. അവരുടെ മുമ്പിൽ ഒരു മഹാവിപത്ത് രൂപം കൊള്ളുന്നതായി അവർ മനസ്സിലാക്കി. അത് തങ്ങളുടെ ബിംബാരാധനയെയും സാമ്പത്തിക ഭദ്രതയെയും തരിപ്പണമാക്കുമെന്ന് അവർക്ക് തോന്നി. നുബുവത്തിൻ്റെ 14-ാം വർഷം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രവാചകത്വം കിട്ടിയതിൻ്റെ 14-ാമത്തെ വർഷം സഫർ മാസം 26-ാം തീയതി വ്യാഴാഴ്ച, ക്രിസ്താബ്ദം 622 സെപ്റ്റംബർ മാസം 12-ാം തീയതി, അതായത് മഹത്തായ അഖബ ഉടമ്പടി കഴിഞ്ഞ് ഏകദേശം 2.5 മാസം പിന്നിട്ട സന്ദർഭത്തിൽ മക്കയിലെ ഖുറൈശി പാർലമെൻറ്റ് അഥവാ ദാറുൻ നദുവയിൽ ഒരു യോഗം ചേരാൻ നേതാക്കൾ തീരുമാനിച്ചു. രാവിലെ ചേർന്ന പ്രസ്തുത യോഗം അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭീകരതയുളവാക്കുന്നതായിരുന്നു. ഖുറൈശി ഗോത്രത്തിലെ മുഴുവൻ നേതാക്കളും ആ യോഗത്തിൽ പങ്കുകൊണ്ടു. ഇസ്ലാമിക ദഅവത്തിൻ്റെ കടക്കൽ കത്തിവെക്കാനും അതിൻ്റെ പതാക പിച്ചു ചീന്താനും എന്തുണ്ട് എളുപ്പമാർഗം എന്ന അജണ്ടയെ സംബന്ധിച്ച് കൂടിയാലോചിക്കാനും അതിൻ്റെ രൂപരേഖ പഠന വിധേയമാക്കാനുമായിരുന്നു അവർ സംഘടിച്ചത്. എന്നേക്കുമായി ആ പ്രകാശത്തെ തല്ലിക്കെടുത്താനായിരുന്നു അവർ ലക്ഷ്യമിട്ടത്. അങ്ങനെ ഖുറൈശി പാർലമെൻറ്റ് യോഗം ചേരുകയാണ്. ഖുറൈശി പാർലമെൻറ്റ് ചർച്ചയും കൊലപാതക കരാറിൻ്റെ അംഗീകാരവും അവിടെ നടക്കുകയാണ്. പാർലമെൻറ്റ് ചൂടേറിയ ചർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു. അഭിപ്രായങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും പൊന്തി വന്നു. ചർച്ച നീണ്ടു. അവസാനം അവർ പ്രവാചകനെ വധിക്കുക എന്ന അഭിപ്രായത്തോട് യോജിച്ചു. വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞു ആളുകൾ. നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ ആളുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അതെല്ലാം നിരസിച്ചു. അതുകൊണ്ടൊന്നും കാര്യമില്ല. മുഹമ്മദിനെ പിടിച്ചു കെട്ടാൻ, മുഹമ്മദ് കൊണ്ടുവന്ന ആദർശത്തെ തളച്ചിടാൻ ഈ തീരുമാനങ്ങൾക്കൊന്നും സാധിക്കില്ല, അഭിപ്രായങ്ങൾക്കൊന്നും കഴിയില്ല. അതുകൊണ്ട് അതെല്ലാം നിരസിക്കപ്പെട്ടു. അവസാനം പ്രവാചകനെ കൊന്നുകളയാം, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെ കൊന്നുകളയാമെന്നാണ് തീരുമാനിക്കുന്നത്. ആ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു. അബൂജഹൽ പറഞ്ഞു, എങ്ങനെയാണ് കൊല്ലുക എന്ന രൂപം പറയുകയാണ്. നമ്മുടെ ഓരോ കുടുംബത്തിലുമുള്ള ഓരോ യുവാവിന് വാള് നൽകുക. അവരെല്ലാവരും ചേർന്ന് മുഹമ്മദിനെ വളഞ്ഞ് ഒറ്റ വെട്ടിന് കഥ കഴിക്കുക. അപ്പോൾ മുഹമ്മദിൻ്റെ രക്തത്തിനുള്ള ബാധ്യത ഓരോ കുടുംബക്കാരിലും ഉണ്ടായിരിക്കും. ബനു അബ്ദു മനാഫിന് ഈ ജനതയോട് ഒന്നടങ്കം പ്രതികാരം ചോദിക്കാൻ ശക്തി ഉണ്ടാവുകയില്ല. അപ്പോൾ ആ ഖുറൈശി പ്രമാണിമാർ എടുത്ത തീരുമാനം, അബൂജഹൽ പറഞ്ഞ അഭിപ്രായം, എല്ലാ കുടുംബത്തിലെയും ഓരോ ആളുകളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് വാള് കൊടുത്തു വിടുക. അങ്ങനെ പോകുന്ന എല്ലാവരും കൂടെ മുഹമ്മദിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക, എല്ലാവരും ചേർന്ന് കൊന്നുകളയുക. അപ്പം അങ്ങനെ വരുമ്പോൾ ആ കൊലപാതകത്തിൽ എല്ലാവരും പങ്കാളികളാകും, ഓരോ കുടുംബവും പങ്കാളികളായിരിക്കും. അപ്പോൾ ഭൂരിഭാഗം പങ്കാളികളായിട്ടുള്ള കൊലപാതകത്തിൽ ആ ആളുകളോട്, ആ കുടുംബങ്ങളോട് പ്രതികാരം ചോദിക്കാൻ മുഹമ്മദ് നബിയുടെ കുടുംബമായ ബനു അബ്ദു മനാഫിന് സാധിക്കാതെ കഴിയാതെ. അപ്പോൾ ഈ ബുദ്ധിപരമായ തീരുമാനം, അഭിപ്രായം അവർക്ക് ഇഷ്ടമായി. ഇത് തരക്കേടില്ല, കൊള്ളാം എന്ന് പറഞ്ഞു. ഇതല്ലാത്ത മറ്റൊരു വഴിയും വേറെയില്ല എന്നും വേറൊരാൾക്കും മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല എന്നും അവർക്ക് ബോധ്യമായി. അവർ ഇത് തീരുമാനിച്ചു. അങ്ങനെ ഖുറൈശി പാർലമെൻറ്റിലെ പ്രതിനിധികൾ ഒന്നടങ്കം കിരാതവും ഭീകരവുമായ ഈ നിർദ്ദേശം അംഗീകരിച്ചു. ഒട്ടും താമസിയാതെ ഈ തീരുമാനം നടപ്പിലാക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് പ്രതിനിധികൾ തങ്ങളുടെ വീടുകളിലേക്ക് പിരിഞ്ഞുപോയി.
ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹിജ്റയുടെ തുടക്കം. ഇതാണ് അതിൻ്റെ കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഖബ ഉടമ്പടി പൂർണ്ണമായി അതിൻ്റെ നിബന്ധനകൾ എഴുതി വെച്ചു. അതെല്ലാം കൃത്യമായി പാലിക്കാമെന്ന് മദീനയിൽ നിന്ന് വന്ന ആളുകൾ തീരുമാനിച്ചു, സമ്മതിച്ചു, പ്രതിജ്ഞയെടുത്തു. അവർ മടങ്ങിപ്പോയി. ശരി, അങ്ങനെ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളോട് യസിരിബിലേക്ക്, അന്ന് മദീനയുടെ പേര് യസിരിബ് എന്നാണ്, യസിരിബിലേക്ക് പോകാൻ വേണ്ടി നിർദ്ദേശിച്ചു. അങ്ങനെ ഒറ്റയായും തെറ്റയായുമൊക്കെ സ്വഹാബത്ത് കുടുംബസമേതവും അല്ലാതെയുമൊക്കെ മദീനയിലേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുന്നു. അവരെ പിടിച്ചു കെട്ടാനും തടുത്തു നിർത്താനും ഖുറൈശികൾ തീരുമാനിക്കുന്നു. അപ്പോൾ രഹസ്യമായി രാത്രിയുടെ ഇരുട്ടിലാണ് അവർ സഞ്ചരിച്ചിരുന്നത്. എന്നാൽ പരസ്യമായി പോയ ആൾ ഉമർ റളിയല്ലാഹു അൻഹു മാത്രമായിരുന്നു. അവസാനം ഈ ഒഴുക്ക് ശക്തമായപ്പോൾ മദീനയിലേക്കുള്ള അവരുടെ പോക്ക്, വിശ്വാസികളുടെ പോക്ക് ശക്തമാകുമ്പോൾ അതിനെ തടയിടാൻ എന്തുണ്ട് മാർഗം? മദീനയിലെത്തിയാൽ മുഹമ്മദ് തിരിച്ചു വരും, നമ്മളെ കീഴ്പ്പെടുത്തും, നമ്മളുടെ ശക്തി ക്ഷയിച്ചു പോകും, നമുക്ക് പിന്നെ അവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല, നമ്മളുടെ സാമ്പത്തിക ഭദ്രത തകരും, ഈ ബഹുദൈവ ആരാധനകൾക്കൊക്കെ മാറ്റമുണ്ടാകും. ഇതൊക്കെയാണ് അവരെ ഈ വിഷയത്തിലേക്ക് പ്രേരിപ്പിച്ചത്. അപ്പം അങ്ങനെയാണ് അവസാനം ഖുറൈശി പാർലമെൻറ്റ് കൂടി വിവിധ ചർച്ചകൾക്ക് ശേഷം അവർ മുഹമ്മദ് നബിയെ കൊന്നുകളയാം, അതോടുകൂടി അതില്ലാതായി പോകുമല്ലോ എന്നൊരു തീരുമാനമെടുത്ത് അവർ പിരിഞ്ഞു പോകുന്നത്. ഇതാണ് ഖുറൈശി പാർലമെൻറ്റിലെ തീരുമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഹിജ്റക്കൊരുങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ ദൂതർ ഹിജ്റ പോകാൻ തീരുമാനിക്കുന്നു. നമുക്ക് ആ വിഷയം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.